സ്വപ്നം കണ്ട വീടിന്റെ പണി തീരും മുന്നേയാണ് പ്രദേശത്ത് എയിംസിനായി സ്ഥലം വിട്ടു നൽകേണ്ടിവരുമെന്ന് കുറുമ്പോയിൽ സ്വദേശി ലിനീഷ് തിരിച്ചറിഞ്ഞത്. വീടിനു മുന്നിൽ മഞ്ഞക്കുറ്റി സ്ഥാപിച്ചതോടെ പണി നിർത്തി 15 സെന്റ് സ്ഥലവും വീടും വിട്ടു നൽകാൻ മനസ്സില്ലാ മനസ്സോടെ തയ്യാറെടുത്തു. എന്നാൽ എയിംസ് വന്നതുമില്ല, വീടുപണിയാകട്ടെ പൂർത്തീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. വീടിന് ലോൺ എടുക്കാൻ സാധിക്കുന്നില്ല, വീടിൻ്റെ പണി പൂർത്തിയാക്കുന്നു. എൻ്റെ വീട് തന്നെ ഇപ്പോൾ ഒരു പകുതിയോളം വീട് പണി, ഒരു ഒറ്റ റൂമേ ഉള്ളൂ. ഞങ്ങൾ വീട്ടിൽ 5 ആളുണ്ട്. അമ്മയ്ക്കൊന്നും കിടക്കാൻ ശരിക്കും റൂമില്ല. അപ്പോൾ മേലോട്ട് എടുത്തിട്ട പടി കിടക്കുക. അപ്പോൾ ഇത് വരുമോ വരികയില്ലോ എന്നുള്ളവർ ഇത് അറിയാത്തതുകൊണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് കിനാലൂരിൽ വരിക എന്നുള്ളതാണ് ഞങ്ങളെ ആവശ്യം. എയിംസിന്റെ പേരിൽ സ്വപ്നങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവരാണ് കിനാലൂരിലെ കുറുമ്പോയിൽ പ്രദേശവാസികൾ. 2020 കിനാലൂരിൽ എയിംസിനായി LDF സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ ആരംഭിച്ചത്. അന്നു മുതൽ ഇവർ കാത്തിരിപ്പിലാണ്. നിലവിൽ പദ്ധതി കോട്ടയത്തേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾ സ്ഥലം വിട്ടു നൽകിയവരെ കടുത്ത ആശങ്കയിലാക്കിയിരിക്കുകയാണ്. കേരളത്തിൽ എയിംസ് വരികയാണെങ്കിൽ കിനാലൂർ തന്നെ വരുമെന്നുള്ള ഉറപ്പ് പറഞ്ഞിരുന്നായിരുന്നു. അതുകൊണ്ട് ഇവിടെയുള്ള സ്ഥലം വിൽപ്പനയ്ക്കോ കുട്ടികളുടെ കല്യാണത്തിന് ലോൺ എടുക്കാൻ അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ എയിംസ് വരികയാണെങ്കിൽ കിനാലൂർ തന്നെ വരണം. അതാണുള്ള ഇവിടെയുള്ള പൊതുവെ ജനങ്ങളുടെ ഒരു അഭിപ്രായം. എയിംസിനു വേണ്ടി സ്ഥലം വിട്ടു നൽകിയവരാണ് നിലവിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. എയിംസ് കോഴിക്കോട് കിനാലൂരിൽ വരുമെന്ന പ്രതീക്ഷയായിരുന്നു ഇത്രയും നാൾ. നിലവിൽ കോട്ടയത്താണ് എയിംസ് വരുമെന്ന് സർക്കാർ പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ തങ്ങൾ എന്ത് ചെയ്യണമെന്ന ചോദ്യമാണ് ഈ പ്രദേശവാസികൾ ഒന്നടങ്കം ചോദിക്കുന്നത്. സജി തറയിലിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.